നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ സോഫ്റ്റ് ലൈറ്റ് ക്ലേ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ക്ലേൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാർഡിൽ കൊടുക്കാം. അതിൽ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 കളേഴ്സ് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇർക്കിളിക്കൊള്ളിയോ ആണ്. അതിൽ കുറച്ച് വാസ്ലൈൻ ആക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഓരോ ബോൾസിലും ഇതുപോലെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി ഒരു റീഫിൽ എടുത്തിട്ട് ഉണ്ടാക്കി ഈ ഒരു റെഡ് ബോളിൻ്റെ ഹോളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ഷേപ്പ് മാറാത്ത രീതിയിൽ സെറ്റാക്കി വെച്ച് കൊടുക്കുക. ഒരു ബോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി കളേഴ്സും കൂടെ ഇങ്ങനെ ഈ ഒരു റീഫിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിബിൻ്റെ അടുത്തുള്ള ബോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നിബിൻ്റെ ഭാഗം വരുന്ന അവിടെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പിടിച്ചെഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉണങ്ങുന്നതിന് മുന്നേ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് റോൾ ചെയ്തിട്ട് റൗണ്ടൊക്കെ പെർഫെക്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാലും ഇത് കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക. നമ്മളുടെ തെർമോക്കോളൊക്കെ പിടിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷേപ്പൊന്നും മാറില്ല. അപ്പോൾ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ബീഡ് പെൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നേ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബൈൻഡർ ജേർണൽ നോട്ട്ബുക്കാണ്. അപ്പോൾ അതിലാണ് നമ്മളൊന്ന് എഴുതി നോക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.